ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. എത്രമാത്രം ഒറ്റപ്പെട്ടാലും ഈ വ്യക്തിക്ക് നിങ്ങളെ മാത്രം മതി. ഒറ്റപ്പെടലിൻ്റെ വേദന ഈ വ്യക്തി സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. 8 കാർഡ്സ് ആണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ ഈ റീഡിംഗ് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശ്രദ്ധയോടെയും വിശ്വാസത്തോടു കൂടിയും ഈ ഒരു റീഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഐസോലേറ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. നിങ്ങൾ രണ്ടുപേരും വളരെയധികം സെപ്പറേറ്റഡ് ആണ്, രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ശരിയായിട്ടുള്ള രീതിയിൽ നടക്കുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും വളരെ ഐസോലേറ്റഡ് ആയിട്ടുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് അങ്ങനത്തെ സാഹചര്യത്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളിത് കണ്ടിരിക്കേണ്ട ഒരു റീഡിങ്ങും കൂടിയാണ്. സോ നമുക്ക് നോക്കാം ഓവറോൾ എനർജി എന്താണ് എന്നുള്ളത് നോക്കാം. അതായത് പ്രപഞ്ചശക്തി, യൂണിവേഴ്സിന് നിങ്ങളോടും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളോടും എന്താണ് പറയുവാനുള്ളത്? ഓക്കെ, റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളോടും ഈ ഒരു പ്രപഞ്ചശക്തിക്ക്, യൂണിവേഴ്സിന് എന്താണ് വാട്ട് ദേ ആർ ട്രൈയിങ് ടു ടെൽ യു. ഓക്കെ, 3 കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് 3 എനർജി വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ. ലെറ്റ് us see. ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ സ്കോർപിയോ ആണ്. റിവീൽ വാട്ട് നീഡ്സ് ടു ബി സീൻ. ഓക്കെ, ചന്ദ്രന്റെ അവസാന പാദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ വി ക്യാൻ സീ വൺ ഗേൾ ഇസ് സിറ്റിംഗ് നിയർ ദ സീഷോർ. അപ്പോൾ ഇവിടെ കടലരികത്ത് ഒരു സ്ത്രീ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു, ഇരിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഷീ ഈസ് ലുക്കിംഗ് ടു ദ ഫുൾ മൂൺ. അത് ഫുൾ മൂൺ അല്ല, അതൊരു ചന്ദ്രന്റെ അവസാന പാദമാണ്. ആൻഡ് ഓൾസോ കയ്യിൽ വളരെയധികം പ്രഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റോൺ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? കയ്യിൽ വളരെയധികം പ്രഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റോൺ കിടക്കുന്നുണ്ട്. സോ അതും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു. റിവീൽ വാട്ട് നീഡ്സ് ടു ബി സീൻ എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്താണോ അറിയുവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്നതായിരിക്കും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് എസ്പെഷ്യലി നിങ്ങൾക്കിടയിൽ ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ വളരെയധികം ഐസോലേറ്റഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ, ഒറ്റപ്പെടൽ, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ഈ റിലേഷൻഷിപ്പിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ, അത് എന്താണോ നിങ്ങൾ അറിയുവാൻ ഉദ്ദേശിക്കുന്നത്, കാണുവാൻ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കുറച്ച് ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്കിടയിലേക്ക് വേറെ ആൾക്കാർ വന്നു കയറാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ്, നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് ഉണ്ട്, അങ്ങനെയൊക്കെ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മൂന്നാമത് വേറെ ആൾക്കാർ നിങ്ങൾക്കിടയിലേക്ക് കയറി വരും. അത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ ആൾക്കാരായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളും ആയിരിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ കുറച്ച് മാറി നിൽക്കണം എന്നാണ് കാണിക്കുന്നത്, യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അതായത് അത് ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫ്രണ്ടിനെ കൂടെ കൂട്ടിയേ തീരൂ എന്നായിരിക്കാം, അതായിരിക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ. അപ്പം നിങ്ങളുടെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരിയുണ്ട്. സോ അവരായിട്ട് നിങ്ങൾ കൂട്ടുകൂടുന്നു, നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളെല്ലാം അവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. അത് സിറ്റുവേഷൻഷിപ്പാണ്. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ സാഹചര്യമാണ് നിങ്ങളെ അങ്ങനെ കൊണ്ടുപോയി എത്തിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വസ്ഥതയും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരായിട്ട് കണക്ട് ആകാനായിട്ട് ശ്രമിച്ചോളൂ, പക്ഷെ അവരുമായിട്ട് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യണം. അതായത് എല്ലാവരെയും ഒരു പരിധിക്ക്, ഒരു കൈയകലത്തിൽ മാറ്റി നിർത്തണം. അതായത് എല്ലാവരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തക്കതായിട്ടുള്ള കാരണവും ഉണ്ടാകാം. അത് മേ ബി ചിലപ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ പീരീഡ്, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യം, ഈ പുറത്തു നിന്ന് വരുന്ന ആൾക്കാർ
നെഗറ്റീവായിട്ട് മുതലെടുക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, മറ്റുള്ളവരത് ചിലപ്പോൾ അതിപ്പോൾ നിങ്ങളും ഈ പേഴ്സണും മിണ്ടാതിരിക്കുകയാണ്, കണക്ഷൻ ഒന്നുമില്ല. സോ അതിൻ്റെ ഇടയിലേക്ക് കയറി വരാനും അതൊരു നെഗറ്റീവായിട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ മാറ്റേഴ്സ്, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സീക്രറ്റീവ് ആയിട്ടുള്ള രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് എത്ര ഫ്രണ്ടാണ് എന്തൊക്കെയെന്ന് പറഞ്ഞാലും ഷെയർ ചെയ്യരുത്. മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കണം. ദിസ് ഇസ് ബിക്കോസ് അത് ഭാവിയിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരരുത്. ഓക്കെ, സോ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും എന്താണോ പുറമെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നമുക്ക് നോക്കാം. കാരണം നമ്മൾ 3 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സെയിം എനർജിയിൽ. അതായത് ഈ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി യൂണിവേഴ്സിന് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ദിസ് വിൽ ബി ദ സെക്കൻഡ് കാർഡ്. ഫുൾ മൂൺ ഇൻ ലിയോ ആണ് കാണിക്കുന്നത്. ഗോ വൈൽഡ് ആണ്, അതുപോലെ സിംഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ മേ ബി നിങ്ങൾ സ്കോർപിയോ എനർജി, സ്കോർപിയോ സോഡിയാക് സൈൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ലിയോ സോഡിയാക് സൈൻ ഫയർ എനർജി ആയിരിക്കാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് അങ്ങനത്തെ സോഡിയാക് സൈൻ ആയിരിക്കാം, എയർ സൈൻ, ഫയർ സൈൻ, ഇതൊക്കെ വരാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഇമോഷൻസ് വളരെയധികം കൺട്രോൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ലയൺ എന്ന് പറയുന്നത് സഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല, അല്ലേ? സോറി, വ്യക്തിയല്ല, ആനിമൽ, അല്ലേ? സഹിച്ചു നിൽക്കുന്ന ഒരു മൃഗമല്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും വളരെയധികം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ആനിമലാണ് ലയൺ എന്ന് പറയുന്നത്. സോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് ചില സമയങ്ങളിൽ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നിക്കുമ്പോൾ അത് വീട്ടിലുള്ളവരോട് കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ നിങ്ങളുടെ പേഴ്സണോടോ നിങ്ങളത് കാണിക്കുന്നു. സോ അല്ലെങ്കിൽ പെട്ടെന്ന് വിഷമം വരിക, പെട്ടെന്ന് തന്നെ ഒരു ഉണർവും ഉത്സാഹവും ഇല്ലാതെ ഇരിക്കുക, അടഞ്ഞുകൂടിയിരിക്കുക, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ഇമോഷൻസ് വളരെയധികം കൺട്രോൾ ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തതായി പറയാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോ ലയൺ എന്താ പറയാ, സിംഹം എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് ഗർജിക്കും, അല്ലെ? പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഗർജിക്കും. അപ്പോ നിങ്ങൾക്കും അതുപോലെ ദേഷ്യപ്പെടേണ്ട അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കേണ്ട അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകാനായിട്ട് പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനോടകം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളെ കൂടുതൽ ഇറിറ്റേഷൻ ചെയ്യിപ്പിക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും വളരെയധികം ഇമോഷൻസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിലേക്ക് ചിലപ്പോൾ നിങ്ങൾ ഇറിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെയുള്ളവരായിരിക്കാം. സോ അങ്ങനെ ഇറിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ നിന്നും മാറി നിൽക്കുക. ഓക്കെ, നിങ്ങളുടെ എനർജി യാതൊരു കാരണവശാലും മറ്റുള്ളവരുമായിട്ട് ദേഷ്യപ്പെട്ടോ തല്ലുപിടിച്ചോ മറ്റുള്ളവരോട് പ്രതികരിച്ചോ അല്ലെങ്കിൽ കരഞ്ഞു കാണിച്ചോ ഒന്നും നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കരുത്. നിങ്ങളുടെ എനർജി അത് നിങ്ങളിൽ തന്നെ കീപ്പപ്പ് ചെയ്യുക, നിങ്ങളിൽ തന്നെ അത് സ്വസ്ഥമായിട്ട് വെക്കുക, സേഫ് ആയിട്ട് സൂക്ഷിച്ച് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനർജി ഡ്രെയിൻ ആവാണ്ട് നോക്കണം. ആൻഡ് ഓൾസോ കറുകപ്പട്ട കഴിക്കുന്നത് നല്ലതായിട്ട് കാണിക്കുന്നുണ്ട്. കറുവപ്പട്ട അത് മേ ബി അത് കത്തിച്ചിട്ട് അതിൻ്റെ മണം ശ്വസിക്കുന്നതോ അല്ലെങ്കിൽ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതോ ഫുഡിൽ ചേർക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കറുകപ്പട്ട അത് നിങ്ങളിലുള്ള ആ ഒരു എന്തെങ്കിലും ഇംബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകാനും നിങ്ങളിലേക്ക് ഒരു ബാലൻസ് വരാനുമൊക്കെ സഹായിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറുകപ്പട്ട അത് നന്നായിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും. അത് ഓവർ ആവരുത്. അപ്പോൾ വെള്ളത്തിൽ ചേർത്ത് കുടിക്കാം, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചേർത്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും വായിലിട്ട് കഴിക്കാം. ഇതൊക്കെ നല്ലതാണ്. ഓക്കെ, ആൻഡ് ഓൾസോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിലും നെക്സ്റ്റ് കാർഡ് എന്താണ് നോക്കാം. ഫുൾ മൂൺ ഇൻ ക്യാൻസർ ആണ്. ലെറ്റ് യുവർ ഫിയേഴ്സ് ഡിസോൾവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഇൻഫിനിറ്റിനെയാണ്, ഫുൾ മൂൺ ആയിട്ട് തന്നെയാണ് നമുക്ക്, പൂർണ്ണ ചന്ദ്രനായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
ഇവിടെയാണെങ്കിലും വളരെയധികം ഓവർ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഡീപ് തിങ്ക് ചെയ്തു പോകുന്നുണ്ട്. അതായത് ഒരുപാട് ചിന്തിച്ച് 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 നിങ്ങൾക്ക് പോലും അറിയില്ല നിങ്ങൾ എന്തിനാണ് ഇത്രയും ചിന്തിക്കുന്നതെന്ന്. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അത് പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് നമുക്ക് ഇവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നു. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. ചിന്തകൾ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ചിന്തകളെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഒരു കൂൾ ആൻഡ് കാം ആയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു കാര്യം നടന്നു പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ എനർജി കളയാനും നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാനും നിൽക്കരുത്. ആ ഒരു രീതിയിലാണ് ഇവിടെ തേർഡ് ആയിട്ടുള്ള കാർഡ് എനർജി നമുക്ക് കിട്ടിയിട്ടുള്ളത്. അലിയിച്ച് കളയാനാണ് പറയുന്നത്, ഡിസോൾവ് ചെയ്യാനാണ് പറയുന്നത്. അതായത് നിങ്ങളിലുള്ള ആകാംക്ഷ, പേടി, ഭയം, ഇറിറ്റേഷൻ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന മെന്റാലിറ്റി, അത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നുമൊക്കെ മാറി നിൽക്കാനും നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു കാം ആൻഡ് ക്വയറ്റ് ആകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ദിസ് ഇസ് ബിക്കോസ് നിങ്ങൾക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾക്ക് ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, അത് 3 കാർഡ്സ് തന്നെയാണ്. കാരണം ഈ ഒരു ചോദ്യത്തിന്റെ എനർജി വളരെയധികം നീണ്ടു നിന്നു, അതുകൊണ്ടാണ് 3 കാർഡ്സ് എടുത്തത്. ആൻഡ് ഓൾസോ എന്താ പറയുക, തിങ്കളാഴ്ച വ്രതം ഒക്കെ അനുഷ്ഠിക്കുന്നത് നല്ലതാണ്, ഒരിക്കലെടുക്കുന്നത് നല്ലതാണ്. അരി ആഹാരം ഒരു നേരം കഴിക്കാതെ എന്താ പറയുക വ്രതം എടുക്കുന്നത് നല്ലതാണ്. അത് നിങ്ങൾ ഏത് ദൈവത്തിനായിക്കോട്ടെ പ്രാർത്ഥിക്കുന്നത്, ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ജസ്റ്റ് ഫാസ്റ്റിംഗ് പ്രയേഴ്സ്, അതായത് വ്രതമൊക്കെ അനുഷ്ഠിച്ച് നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്താൽ മതി. അത് ഒരു ദിവസം മുഴുവനും പറ്റിയില്ലെങ്കിൽ ഹാഫ് ഡേ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഒക്കെ ചെയ്യുന്നത്, അത് കൂടുതലും തിങ്കളാഴ്ച എന്നുള്ള എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. സോ അത് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ നെക്സ്റ്റ്, ഒറ്റപ്പെടലിന്റെ ഈ ഒരു വേദനയിൽ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് വരുന്ന ചിന്തകൾ അല്ലെങ്കിൽ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, 2 കാർഡ്സ് ആണ് അതിന് നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യത്തേത് നോക്കാം. ഇംപെർഫെക്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇംപെർഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ലവ് ഈസ് എ ബ്യൂട്ടിഫുൾ മെസ്, എംബ്രേസ് ഇറ്റ്സ് ഇംപെർഫെക്ഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, ഓക്കെ, ഇപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിൽ എപ്പോഴും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾക്കാണെങ്കിൽ അങ്ങനെ പറയത്തക്ക പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ലായിരിക്കാം. അല്ലെങ്കിൽ ഈ പേഴ്സൺ വിദേശത്തായിരിക്കാം, നിങ്ങൾ നാട്ടിലായിരിക്കാം. ചിലപ്പോൾ ഒരാൾ വളരെയധികം യാത്ര ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിലിരിക്കാനായിരിക്കാം ഇഷ്ടം. ഒരാൾ വളരെ ടോക്കറ്റീവ് ആയിരിക്കാം, ആ പേഴ്സൺ വളരെയധികം സംസാരിക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളായിരിക്കാം വളരെയധികം സൈലന്റ്, നേരെ തിരിച്ചു ആകാട്ടോ. അങ്ങനെ ഒരുപാട് ഇംപെർഫെക്ഷൻസ്, അതിപ്പോൾ വിശ്വാസപരമായിട്ടും ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഒരുപാട് ഇംപെർഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ പക്ഷേ ഈ ഒരു ഇംപെർഫെക്ഷനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സന്റെ ചിന്തയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഓക്കെ, പക്ഷെ അതൊരു നെഗറ്റീവായിട്ട് എന്നുള്ള രീതിയിലല്ല നമുക്ക് ഈ കാർഡ് കിട്ടിയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ ഇംപെർഫെക്ഷൻസിനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കിടയിലുള്ള പോരായ്മകൾ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ഈ പേഴ്സൺ ഇഷ്ടപ്പെടണമെന്നില്ല, ഈ പേഴ്സണ് ആഗ്രഹമുള്ള കാര്യം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഇംപെർഫെക്ഷൻസിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു കാർഡ് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വെഡിങ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ടേക്കിംഗ് യുവർ റിലേഷൻഷിപ്പ് ടു ദ നെക്സ്റ്റ് ലെവൽ, 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കമ്മിറ്റ്മെന്റിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഈ പേഴ്സൺ കൂടുതലും വിവാഹത്തെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. അതായത് ഇംപെർഫെക്ഷൻസിനെ കുറിച്ച്, നിങ്ങൾക്കിടയിലുള്ള പോരായ്മകൾ, പൊരുത്തക്കേടുകൾ, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമെങ്കിൽ പോലും അത് എങ്ങനെയെങ്കിലും പരിഹരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തി വിജയത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വെഡിങ് എനർജിയാണ് കാണിക്കുന്നത്.
ഓക്കെ. അപ്പോൾ വെഡ്ഡിങ് എനർജി എന്ന് പറയുന്നത് നന്നായി തന്നെ ഒരു കല്യാണം, സന്തോഷകരമായിട്ടുള്ള കല്യാണം, അല്ലെങ്കിൽ കല്യാണ മണ്ഡപം, അല്ലെങ്കിൽ പള്ളിയാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു വിശ്വാസപ്രകാരം കല്യാണം നടക്കുന്നത്, ആ ഒരു പിക്ചറിലാണ് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും വിവാഹത്തിൽ ഒരുങ്ങി വളരെ മനോഹരമായിട്ട് നിൽക്കുന്നതും മറ്റുള്ളവർക്ക് മുന്നിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കപ്പിൾസ് ആയിട്ട് നിൽക്കുന്നതും ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രണയം വിജയിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ വിജയിച്ചു, എനിക്കിത് ഈ ഒരു പ്രണയത്തിൽ നിന്നും വിവാഹത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കുക, വിവാഹം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് സാധാരണ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ ആരും ചിന്തിക്കുകയും ഇല്ല. പക്ഷെ ഈ ഒരു കണക്ഷനിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ട് ഒരു കൃത്യമായ ലക്ഷ്യബോധം ഉണ്ട്. ഓക്കെ. അതായത് നിങ്ങളായിട്ട് കമ്മിറ്റ്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനും എനിക്കറിയാം, എത്തിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഇതിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു കാർഡ് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതൊരു മാരേജിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനുമുള്ള കഴിവ് ഈ പേഴ്സൺ ഉണ്ട് എന്ന് തന്നെയാണ് കരസ്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് അതും ഒരു 2 എനർജി വെച്ചിട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. റീസൺ ഫോർ സെപ്പറേഷൻ, അതായത് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സെപ്പറേഷൻ, ഒരു നോ കോണ്ടാക്ട്, അല്ലെങ്കിൽ ആ ഒരു ഐസോലേഷൻ എന്തുകൊണ്ടാണ്? ലെറ്റ് us see this card and this card. Duality, many meanings, misunderstanding. Number is 36 ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഫെമിനൈൻ ആൻഡ് മാസ്കുലൈൻ എനർജി ഇംബാലൻസിങ് ആയിട്ട് കാണിക്കുന്നു. ബിക്കോസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാണ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ സൂചിപ്പിക്കുന്നു. ആൻഡ് ദിസ് ലേഡി ഈസ് വെരി പവർഫുൾ, ഷീ ഹാവ് എ വെരി പവർഫുൾ ഓറ. ബട്ട് നമുക്കൊരു അസ്ഥികൂടവും കാണാം, അല്ലേ? സോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജികൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ, അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ വി ക്യാൻ സേ ദാറ്റ് നിങ്ങൾ രണ്ടുപേരും ഡൈവേർട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഇൻസിഡൻസ് ആണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തൊട്ട് തന്നെ നിങ്ങൾക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി ഇപ്പോഴും അത് ഉണ്ടാകാം. ഓക്കെ. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു, അതിനെതിരായിട്ട് മറ്റെന്തെങ്കിലും സംഭവിക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡൈവേർട്ടിംഗ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടും നാച്ചുറൽ അല്ലാത്ത ചില കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അതൊരു മാരേജിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വന്നു. അതൊരിക്കലും നിങ്ങൾ വിചാരിച്ചതല്ല അങ്ങനെ സെപ്പറേറ്റഡ് ആകുന്നു. ബട്ട് സ്റ്റിൽ നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു എനർജി വന്നു. ഓക്കെ. അപ്പോൾ അതൊരു അൺനാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒട്ടും പ്രതീക്ഷിക്കാതെ, കാരണം ഒരു ആവശ്യമില്ലാതെ വന്നിട്ടുള്ളൊരു കാര്യമാണ് അതൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്കിടയിൽ വന്നു എന്നുള്ളത് കാണിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില അതീന്ദ്രിയ ശക്തികളുണ്ട്. ഇറ്റ്സ് നമുക്കതൊരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നെഗറ്റീവ് എനർജി, അതൊരു ശത്രു ദോഷം, അങ്ങനത്തെ ഒരു ശാപം, അങ്ങനത്തെ ഒരു രീതിയിൽ വന്നു പെട്ടിട്ടുള്ളതായിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി കാണിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു കാർഡ് നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു ഡിഗ്നിറ്റിയെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് കാണിക്കുന്നത്. കാരണം ഈ ഒരു ഭൂമിയിൽ ഏതൊരു ബന്ധത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു പവിത്രതയുണ്ട്. എന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാ ബന്ധങ്ങളും പോസിറ്റീവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു ബന്ധം, കാമുകി കാമുകനും തമ്മിലുള്ളൊരു ബന്ധം, അമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു ബന്ധം, അച്ഛനും കുട്ടികളും തമ്മിലുള്ളൊരു ബന്ധം, ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ളൊരു ഡിഗ്നിറ്റി ഉണ്ട്, അല്ലേ? ഇപ്പൊ നമുക്ക് ഒരു വ്യക്തിയോടൊരു ഇഷ്ടം തോന്നുന്നു, പ്രണയം തോന്നുന്നു, നമ്മളിൽ നിന്നും വരുന്ന ആ ഒരു സ്പെഷ്യൽ എനർജിയാണത്, അല്ലേ? ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പ്രണയം തോന്നിക്കില്ല. അത് ആ വ്യക്തിയുടെ സോള് ആഗ്രഹിച്ചിട്ട്, ആത്മാവ് ആഗ്രഹിച്ചിട്ട് അവരിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഒരു സ്പെഷ്യൽ എനർജിയാണ് പ്രണയമായി മാറുന്നത്. പ്രണയം വിവാഹം അങ്ങനത്തെ എനർജിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എവിടേക്കോ വെച്ചിട്ട് ചില നെഗറ്റീവ് എനർജീസ് കാരണം
അതിന്റെ ആ ഒരു പവിത്രത നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഒരു സെപ്പറേഷൻ വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു എനർജി നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സെപ്പറേഷൻ സംഭവിച്ചത്? നമുക്കിത് റിവേഴ്സ് കാർഡായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ദ വാസ്റ്റ് യൂണിവേഴ്സ് ആണ്, പക്ഷെ വി ഗോട്ട് ദിസ് കാർഡ് ആസ് റിവേഴ്സ്. അതായത് സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് വന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും കൂടുതൽ കുറച്ച് തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി അല്ല. ഓക്കെ, നിങ്ങളുടെ എനർജി അല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എനർജി എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഉണ്ടല്ലോ, ആളുടെ എനർജിയിൽ നിന്നാണ് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഒരു റിവേഴ്സ് എനർജി ആയിട്ട് കാണാൻ പറ്റുന്നത്. അതായത് ആൾക്ക് മേ ബി ബാല്യത്തിൽ തന്നെ മേ ബി ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു സന്യാസ യോഗമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഐസൊലേറ്റഡ് ആയിട്ട് പോകേണ്ട ഒരു പേഴ്സൺ ആയിരിക്കാം, അതായിരിക്കാം. അല്ലെങ്കിൽ തടസ്സം, വിവാഹ തടസ്സം, അല്ലെങ്കിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ പ്രണയമാണെങ്കിൽ പോലും ചിലപ്പോൾ വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു ബന്ധമായിരിക്കില്ല നിങ്ങൾ രണ്ടുപേരും തമ്മിൽ. ബട്ട് സ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയ ഒരു കാലഘട്ടമായിട്ട് കാണിക്കുന്നില്ല, സമയമായിട്ട് കാണിക്കുന്നില്ല. കാരണം നമുക്ക് ഈ ഒരു യൂണിവേഴ്സ് എനർജി നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ പാസ്റ്റ് നെഗറ്റീവ് വൈബ്രേഷൻസ് ഈ പേഴ്സണെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. അത് ചില സമയത്ത് ഹൈ ആയിട്ട് വരുന്നുണ്ട്. അതാണ് നിങ്ങൾക്കിടയിലേക്ക് ആ ഒരു ഇടക്കിടക്ക് ആ ഒരു ബ്രേക്കേജസ്, ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല, കർമ്മം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കും ഈ പേഴ്സണും വന്നിട്ടുള്ള കർമ്മങ്ങൾ ക്ലിയർ ചെയ്യണം. അത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വിശ്വാസപ്രകാരമുള്ള സൊല്യൂഷൻസ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ മറ്റേ യൂണിവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രേയേഴ്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ശക്തമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്സ് ചെയ്യാം, ഓറ ക്ലെൻസിങ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കുറേയൊക്കെ നിങ്ങൾക്കിടയിൽ ബാഡ് ആയിട്ട് കിടക്കുന്ന, മോശമായിട്ട് കിടക്കുന്ന ചില കർമ്മങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോവുകയും അതിൻ്റെ ആ ഒരു എനർജി വൈബ്രേഷൻസ് കുറഞ്ഞു വരികയും അതിലൂടെ നിങ്ങളുടെ രണ്ടുപേരുടെ സോളുകൾ തമ്മിൽ ഒരു കണക്ഷനിലേക്ക് വരാനായിട്ടും പറ്റും. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമുക്കിനി ലവ് മെസ്സേജസ് നോക്കാം. ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ. യെസ്, അതായത് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നാണ് ഈ പേഴ്സൺ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഡിസഗ്രിമെന്റ്സ് ആണ് വന്നിട്ടുള്ളത്. സോ ഈ പേഴ്സൺ തന്നെയാണ്, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, ഈ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയിട്ടുള്ളത്, നിങ്ങളല്ല. ഇപ്പൊ നിങ്ങളായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു വിവാഹത്തിലേക്ക് പോകണം, അപ്പോൾ എല്ലാം ശരിയാക്കിക്കോ, കല്യാണക്കാരുടെ അടിച്ചോ, ഓഡിറ്റോറിയം ബുക്ക് ചെയ്തോ, എല്ലാം ചെയ്തോ എന്ന് പറഞ്ഞു പോയ ആള് പിന്നെ ആ വഴി അങ്ങ് പോയി. മനസ്സിലായി? അപ്പൊ നിങ്ങൾ ഇതെല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചു, അവസാനം ഈ പേഴ്സന്റെ പൊടി പോലും ഇല്ല. അപ്പൊ ഈ പേഴ്സൺ ആണ് ഡിസഗ്രിമെന്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് തരാതെ ഈ പേഴ്സൺ ആണ് മാറിപ്പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനും ആഗ്രഹിക്കുന്നത്. കാരണം ഈ പേഴ്സണോട് ദേഷ്യം തോന്നരുത്, ഈ പേഴ്സന്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഇതാണ്, സോ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, പക്ഷെ അത് പുറമേ പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ഗെയിം. ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നു, പെട്ടെന്ന് ആ ഒരു കണക്ഷൻ സ്റ്റക്കായി പോകുന്നു. സോ അത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് ആൻ ഈസി, അതൊരു പെട്ടെന്ന് റിക്കവർ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇൻസിഡന്റ് അല്ല അത്. ഓക്കെ, അത് എനിക്ക് മനസ്സിലാകും. ബട്ട് സ്റ്റിൽ ഈ പേഴ്സന്റെ ആ ഒരു കാര്യങ്ങൾ അത് എവിടേക്കോ സ്റ്റക്കായിട്ട് കിടക്കുന്നതായിട്ട് കാണിക്കുന്നു. നമ്പർ 18 കിട്ടിയിട്ടുണ്ട്. ഡിസംബർ, നവംബർ, ഓഗസ്റ്റ്, ഒക്ടോബർ. ഇത് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുള്ള മാസമായിരിക്കാം, അല്ലെങ്കിൽ ബർത്ത് മന്ത് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്ന മാസങ്ങളും കൂടി ആയിരിക്കാം. 14-ാം തീയതി, യെസ്, ഫെബ്രുവരി 14 അത് ഒരുമിച്ച് അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, 24-ാം തീയതി, ജൂൺ മന്ത്, ഇതൊക്കെ അപ്കമിങ് മന്ത്സ് ആണ്. ഇതൊക്കെ 27-ാം തീയതി. ഇത്രയാണ് നമുക്ക്
നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതെനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു മോട്ടിവേഷനും കൂടിയാണ്. ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട. വീഡിയോ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം. ആൻഡ് ഓൾസോ നിങ്ങളുടെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മസ്റ്റായിട്ടും പറഞ്ഞിരിക്കണം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.